ആളാണ് ഫസ്റ്റ് ഔട്ട് ആയത്. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ രോഹിത് ശർമ്മ ഔട്ടായി. 44 ബോളിൽ 84 റൺസാണ് എടുത്തത്. 6 4-ഉം 7 6 ആയിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 190 മേലെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. ഇവരുടെ ആ ഒരു ഫസ്റ്റ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് 143 റൺസ് വരെ ഉണ്ടായിരുന്നു കേട്ടോ. 10.5 ഓവർ, ഏകദേശം 5 ബോളിലാണ് ഇവർ 143 റൺസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയത്. ഇത്രയും നല്ല പാർട്ട്ണർഷിപ്പ് ഏകദേശം ജയിക്കേണ്ട ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കളി ജയിപ്പിക്കാൻ ഭയങ്കര ഈസി അല്ലേ. നമ്മൾ തിലക് വർമ്മ ഇറങ്ങി, അപ്പോൾ രോഹിത് ശർമ്മ ഏകദേശം 300 ഔട്ട് ആകുമ്പോൾ 50 സംതിങ് റൺസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് അടിച്ച് 80 റൺ വരെ ആക്കുമ്പോഴേക്ക് തന്നെ തിലക് വർമ്മയും കുറച്ചു നേരം കളിച്ചു. പക്ഷെ അധികം നേരം പിടിച്ചേക്കാൻ പറ്റിയില്ല. രോഹിത് ശർമ്മ ആ ഒരു റേഞ്ചിൽ ഔട്ടായ സമയത്ത് അത് കഴിഞ്ഞ് തിലക് വർമ്മ ഔട്ടായി. നമ്മുടെ സൂര്യകുമാറും നമന്തേരും കുറച്ചു നേരം നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് സൂര്യകുമാറിന് എനിക്കൊന്ന് പെട്ടെന്ന് കളി തീർക്കണം എന്നുള്ളൊരു ആവേശം കയറി വന്നൊന്ന് ഒരു സമയമായപ്പോൾ ആൾ ഔട്ടായി. ഏകദേശം ജയിക്കേണ്ട ഒരു വക്കിലെത്തിയപ്പോഴാണ് ശരിക്കും ആൾ ഔട്ടായത്. അതിനുശേഷം പിന്നെ നമ്മുടെ വിൽ ജാക്സ് വന്ന് രണ്ടുപേരും കൂടി ആ ഒരു ചെറിയൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ട് കൂളായിട്ട് ആ ഒരു മാച്ച് ജയിക്കായിരുന്നു. നമന്തീർ അറിയാലോ, നമന്തീർ ക്രീസിന്റെ ഒരു സൈഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്കറ്റ് പോലെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആളെ വിക്കറ്റ് എടുക്കാൻ കുറച്ച് ടഫാണ് കേട്ടോ. ആള് കൂളായിട്ട് ഇന്നലെ അടിച്ച് ആ ഒരു കളീനെ അങ്ങോട്ട് ജയിപ്പിച്ചു. നമന്തീർ 12 ബോളിൽ 23 റൺസാണ് എടുത്തത്. 3 4-ഉം 1 6 ഉണ്ടായിരുന്നു. ഏകദേശം 190 മേലെ തന്നെ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. ഇന്നലെ ആങ്കർ ഇന്നിംഗ്സ് അല്ല, കുറച്ചും കൂടി അടിക്കുന്ന ആ ഒരു ഇന്നിംഗ്സ് തന്നെയാണ് ആൾ കാഴ്ചവെച്ചത്. കാരണം ഓൾറെഡി നല്ലൊരു ബേസ് കിട്ടിയിട്ടുണ്ടല്ലോ, പിന്നെ അടിക്കുന്നതിന് എന്താ പേടി. മുംബൈ ഇന്ത്യൻസിന്റെ ബോളിംഗിൽ നമ്മുടെ ഗസൻഫറാണ് 50 അടിച്ചെങ്കിൽ ഇവിടെ 2 പേര് 50 അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആവേശ് ഖാനും അതുപോലെ തന്നെ മുഹമ്മദ് ഷമിയും. മുഹമ്മദ് ഷമി 4 ഓവറിലാണ് 50 അടിച്ചിട്ടുണ്ടെങ്കിൽ ആവേശ് ഖാൻ 4 ഓവർ ആയില്ല, 2 ബോൾ ബാക്കി നിൽക്കാൻ തന്നെ 50 അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവേശ് ഖാന് വിക്കറ്റ് കിട്ടിയില്ല, പക്ഷെ മുഹമ്മദ് ഷമിക്ക് ഒരു വിക്കറ്റ്. നമ്മുടെ മോസിൻ ഖാനും അതുപോലെ മണിമാരൻ സിദ്ധാർത്ഥും രണ്ടുപേരും 50ന്റെ അടുത്തെത്തിയായിരുന്നു 4 ഓവർ ബോൾ എറിഞ്ഞപ്പോൾ. പക്ഷേ അടുത്തെത്തിയേ ഉള്ളൂ, 47 ആ റേഞ്ചിലാണ് വന്നത്. മണിമാരൻ സിദ്ധാർത്ഥ് 2 വിക്കറ്റ് എടുത്ത സമയത്ത് മോസിൻ ഖാൻ 1 വിക്കറ്റ് ഉണ്ടായിരുന്നു. ഉള്ളതിൽ കുറച്ച് റൺസ് പിടിച്ചെറിഞ്ഞ് നമ്മളെ പ്രിൻസ് യാദവ് കേട്ടോ 3 ഓവറിൽ 28 റൺസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നലത്തെ മാച്ച് എനിക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഫീൽ ചെയ്ത്, നമ്മൾ ഈ ഒരു മാച്ച് ഒക്കെ കഴിയാനാവുന്ന സമയത്ത് ലൂസേഴ്സ് ഫൈനൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ഇപ്പോൾ ഓൾറെഡി തോറ്റ 2 ടീമുകൾ തമ്മിൽ കളിക്കുമ്പോൾ ആ കളിയിൽ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടാവില്ല. നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കളി കാണാൻ, പക്ഷെ നല്ല ടീമുകളാണെങ്കിൽ ആ ഒരു കളി കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടാവും. ഏകദേശം അതുപോലെയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കാരണം LSG നല്ലൊരു ടീമാണെന്ന് നമുക്കറിയാം, നല്ല ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ബോളിംഗിലും കുഴപ്പമില്ലാണ്ട് ചെയ്യുന്ന ആളാണ്. ഈവൻ മുംബൈ ഇന്ത്യൻസ് നമ്മളറിയാം ഒരു ഇന്ത്യൻ ടീം തന്നെയാണ്. അപ്പൊ ആ ഒരു ടീമിൽ നമുക്കറിയാം എത്രത്തോളം ആ ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ഉണ്ടെന്നും അതുപോലെ തന്നെ ബോളിംഗ് സ്ട്രെങ്ത് ഉണ്ടെന്നും. അപ്പൊ ആ ഒരു ഹോപ്പിലാണ് ശരിക്കും ഇന്നത്തെ മാച്ച് കണ്ടത്. ആ ഒരു ഹോപ്പിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു ഇന്നത്തെ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. 2 ടീം കിഡിലായിട്ട് കളിച്ചു. അവിടെ ഇവിടെ വന്ന മിസ്റ്റേക്കുകൾ കാരണം മുംബൈ ഇന്ത്യൻസ് ആ മിസ്റ്റേക്ക് ചെയ്യാത്തത് കൊണ്ട് ശരിക്കും ഇന്നലെ മുംബൈ ഇന്ത്യൻസ് ജയിച്ചു എന്ന് വേണം പറയാൻ. അതിൽ ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ആ ഒരു ഫസ്റ്റ് ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ആ ഒരു ചേസിൽ കുറച്ചും കൂടി ഈസി ആക്കിയത് ജയിക്കാൻ വേണ്ടിയിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ മുംബൈ ഇന്ത്യൻസിന്റെ മാച്ചസ് കണ്ടതാണ്, അതിലൊക്കെ എങ്ങനെയാണ് അവർ ചേസിംഗിൽ ഫെയിൽ ആയതെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇനി ഒരു പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ എന്തായാലും ഒരു സ്ഥാനങ്ങളൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി ഇനിയുള്ള മാച്ചസിലും ജയിച്ച് ആ ഒരു അടുത്ത വർഷത്തേക്ക് ഒരു പ്രോമിസിങ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കളിക്കുന്നത് നല്ലതായിരിക്കും. അതാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നലത്തെ മാച്ച് കണ്ടായിരുന്നോ? മിസ്സായോ ആർക്കെങ്കിലും ശർമ്മയുടെ ആ ഒരു വെടിക്കെട്ട്? മിസ്സായവരുണ്ടെങ്കിൽ പറട്ടോ. മിസ്സാവാത്തവരെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സമയത്തുണ്ടായ ആ ഒരു അനുഭവങ്ങൾ കമന്റിൽ പങ്കുവെക്കല്ലോ.